എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണുന്ന നിർമ്മല വീട്ടിൽ നിന്ന് പോവാണ്, ഇന്ത്യവരത്തിൽ നിന്ന് പോവാണ്. ഇന്ത്യവരത്തിൽ നിന്ന് പോണ സമയത്ത് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അരുന്ധതിക്കും നന്ദയ്ക്കും എല്ലാവർക്കും സങ്കടമാണ്. കാരണം പിങ്കി ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പിങ്കി ഇത്രയും നാളും നിർമ്മലിനോട് സ്നേഹം അഭിനയിച്ചിട്ട് അവസാനം വരുമ്പോ കാലും ആരോ ചെയ്തേ. പിന്നീട് നിർമ്മല് സാവിത്രിയും കൂടെ യാത്ര പറഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് സുമംഗലിക്ക് ഭയങ്കര സങ്കടം. പിന്നെ അരുന്ധതി പോയി ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടെ സുമംഗലെ, സാരമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം സുമംഗല പറഞ്ഞു, എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പക്ഷേ നിർമ്മൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ അർജുമോന്റെ മുഖത്ത് നോക്കുന്ന പോലെ ആയിരുന്നു. ഇത്രയും ദിവസം ഞാൻ എന്റെ സങ്കടങ്ങളൊക്കെ അവനെ കണ്ടതോടുകൂടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അവനുള്ളതുകൊണ്ട് എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയാവോ. അത് കേട്ട അരുന്ധതി പറഞ്ഞു, അതുപോലെ തന്നെയായിരുന്നു എനിക്കെന്ന് പറയാണ്. ഈ സമയം മോഹിനി പിങ്കിയോട് ചോദിച്ചു, നീ എന്ത് പരിപാടി പിങ്കി കാണിച്ചേ? നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ പിന്നെ അവനോട് ഇങ്ങനെ അടുപ്പമൊക്കെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ ചെയ്ത വലിയ ക്രൂരതയായി പോയെന്ന് പറയാ. പക്ഷെ ഗിരിജ എന്ത് ചെയ്യുക, പിങ്കിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. പിന്നെ പിങ്കി സ്നേഹം കാണിച്ചു വേറൊന്നും കൊണ്ടല്ല, അർജുന്റെ മുഖം ഉണ്ടല്ലോ, അതിനേക്കാൾ ഉപരി നിർമ്മല ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ നിർമ്മലിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിനപ്പുറം അവര് തമ്മിലൊരു ബന്ധമില്ല. അതിപ്പോ നിർമ്മല തെറ്റിദ്ധരിച്ചാല് ആരുടെ കുഴപ്പ? അത് മാത്രല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാരും തെറ്റിദ്ധരിച്ചു. അതിനിപ്പോ പിങ്കിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിങ്കി അവനെ ഒരു സഹോദരനെ പോലെ കാണുന്നെന്നൊക്കെ പറയാണ്. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിങ്കിക്ക് നേരത്തെ അത് പറയായിരുന്നു. നിർമ്മൽ എവിടെ പോയാലും പിങ്കി നിർമ്മലിനോടൊപ്പം പോയത് എന്തിനാ? നിർമ്മലിന്റെ കാര്യത്തിൽ കൂടുതൽ കെയറിങ് കൊടുത്ത് എന്തിനാ? വേറെ ആരെക്കൊണ്ടും നിർമ്മലിന്റെ കാര്യങ്ങളൊന്നും നോക്കിയാതെ പിങ്കി തന്നെ ചെയ്ത് എന്തിനാന്ന് ചോദിക്കാം. ചിറ്റയും പിങ്കിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയല്ലായിരുന്നു അത്. ഇത് കേട്ട് ഇനിയിപ്പോ ഗിരിജ പറഞ്ഞു, പിന്നെ എനിക്കതല്ലേ തൊഴില്, വേറെ ജോലിയൊന്നും ഇല്ല, എന്റെ തലയിലേക്ക് കുറ്റം കെട്ടി വെക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിങ്കി അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ലക്ഷ്മിയമ്മ അദ്വൈത പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, നിർമ്മല് പോയി, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നന്ദ പറഞ്ഞു, ഇത് അവരെ ഒത്തോണ്ടൊരു കളിയ അമ്മയെന്ന് പറയാണ്. സാരമില്ല, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, അത് ശരിയാ. പക്ഷെ ഗൗതത്തിന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നിർമ്മല് പോയി കഴിഞ്ഞപ്പോ അർജുൻ പോയതുപോലെയാ തോന്നുന്നേ. ഒരു പക്ഷെ അവൻ ഇവിടെ എവിടെയെങ്കിലും ജോലി ശരിയായി കൊടുക്കുമായിരുന്നെങ്കിൽ അവൻ സന്തോഷത്തോടെ കഴിഞ്ഞനും. അവന്റെ മനസ്സ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ സാവിത്രി അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിർമ്മലിന്റെ മനസ്സിൽ. കാരണം പണ്ടത്തേതാണെങ്കിൽ തന്നെ തള്ളയെന്ന് മാത്രം വിളിക്കണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, സ്നേഹത്തോടു കൂടി അമ്മയെന്നാണ് വിളിക്കുന്നത്. അത് ഈ ഇന്ത്യവരത്തിൽ വന്നതിന് ശേഷമാണ്. ഒരു പക്ഷെ അങ്ങോട്ട് ചെന്നാലും തന്റെ മകനിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ആയിരുന്നെങ്കിൽ അവന് വീണ്ടും മാറ്റങ്ങളുണ്ട്. അവൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറിയാനും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യസമയത്ത് പിങ്കി അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഓർത്തിട്ട് സാവിത്രിയമ്മയുടെ മനസ്സിന് വിഷമം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും ഇനിയിപ്പോ പിങ്കി ഇവനെ ഉൾക്കൊള്ളാൻ പോകുന്നില്ല. ഇവന്റെ ജീവിതത്തിലേക്ക് പിങ്കി കടന്നു വരുമായിരുന്നെങ്കിൽ നിർമ്മൽ നല്ലൊരു ജീവിതവും കിട്ടിയാനും എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരോട് പറയാനാ പരാതികളും പരിഭവങ്ങളും? അങ്ങനെ നിർമ്മലെ കൂട്ടി വീട്ടിൽ ചെന്നാലും സാവിത്രിയമ്മയുടെ മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിഷമം കണ്ടു കഴിഞ്ഞപ്പോ നിർമ്മല സാവിത്രിയമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടാമേ, നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിലേ കിട്ടുള്ളൂ. എന്റെ മനസ്സിൽ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തോന്നി. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. പക്ഷെ ഇതിനുശേഷം പിങ്കിക്ക് ആ പാടെ ടെൻഷനായിപ്പോയി. കാരണം പിങ്കി പ്രതീക്ഷിച്ച കാര്യമല്ല. നിർമ്മല പോയി കഴിഞ്ഞപ്പോ എന്തോ ഒരു ശൂന്യതയൊക്കെ പിങ്കിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. താൻ അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പിങ്കിയുടെ മനസ്സിലേക്ക് തോന്നുവാണ്. പോരാത്തിന് നന്ദേ അവരെല്ലാം പിങ്കിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പിങ്കി ഗിരിജയോട് തന്നെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗിരിജ പറഞ്ഞു, അതെ, നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പൊ നിന്റെ മനസ്സിൽ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് മാത്രം ഒരു ചിന്ത മതി എന്ന് പറയണം. അങ്ങനെ പിന്നീട് ഗിരിജ എന്ത് ചെയ്യണം? ഗിരിജ പറഞ്ഞു, ഈ കുഞ്ഞിനെ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയാം. എന്താ? നീ ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടെ കോയമ്പത്തൂർക്ക് പോരെ. ഞാനൊരു കാര്യം ചെയ്യാം, കോയമ്പത്തൂർക്ക് പോകാന്ന് പറയാം, നീ എന്റെ കൂടെ അങ്ങോട്ടേക്ക് പോരാൻ പറയണം. അതെങ്ങനെ ശരിയാവും ചിറ്റേന്ന് ചോദിക്കാം. അതിനിപ്പോ എന്താ? ഇപ്പൊ എനിക്ക് ഇവിടെ നിന്നെ നോക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോകുന്നിടത്ത് നീ എന്റെ കൂടെ വരുക. അങ്ങനെ അവിടെ ഒന്ന് നിൽക്കാനാന്നും പറഞ്ഞോണ്ട് പോരെ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്നാ മതി. നിനക്ക് നിന്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യാം, അവിടെ നിനക്ക് വളർത്തുകയും ചെയ്യാം. ഗൗതം നിന്റെ അരിയിലേക്ക് തന്നെ വന്നോളും. കുഞ്ഞിനെ കാണാൻ പറ്റാതെ വരുമ്പോൾ ഗൗതം നിന്നെ കാണാൻ വന്നോളും എന്നൊക്കെ പറയാം. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുവാണ്? പിങ്കി ആ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഗിരിജയോടൊപ്പം ചേർന്നിട്ട്. പിന്നീട് ഈ ഇന്ത്യവരത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ആരും ആദ്യം സമ്മതിച്ചൊന്നുമില്ല പിങ്കിനെ അങ്ങ് കൊണ്ടുപോകുന്നവരോട്. പിന്നീട് അവസാനം ഗിരിജ പറഞ്ഞു, ഇവിടെ പിങ്കിനെ നോക്കാൻ ആരാ ഉള്ളേ? കൃത്യസമയത്ത് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, അവിടെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്.
പിങ്കി പോയി കുറെ നാൾ കഴിഞ്ഞു. അങ്ങനെ ഡെലിവറി സമയം എത്താറായി. ഈ സമയത്ത് നന്ദയ്ക്കും ഗൗതത്തിനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പിങ്കിയുടെ സ്വഭാവം അവർക്ക് അറിയാവുന്നുണ്ടാ. ഒരു പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞാൽ തന്റെ കുഞ്ഞിനെ തനിക്ക് കിട്ടുമോന്നൊരു ടെൻഷൻ നന്ദയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഗൗതം അവളെ ആശ്വസിപ്പിച്ചു. സാരമില്ല, നമ്മുടെ കുഞ്ഞല്ലേ, സരോഗസി ചെയ്ത് നമ്മുടെ കുഞ്ഞല്ലേ, അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പിങ്കിക്ക് പെട്ടെന്ന് തന്നെ പ്രസവവേദന വരുവാണ്. പ്രസവവേദന വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഗിരിജ അടുത്തുള്ള ചേച്ചിമാരെയൊക്കെ വിളിക്കണം. അവരൊക്കെ വന്ന് നോക്കി. ഭയങ്കര വേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഒരു ആംബുലൻസ് വിളിച്ച് അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജ ഗൗതത്തിനെ വിളിച്ച് പറയുന്നുണ്ട് പിങ്കിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നൊക്കെ. ഇത് കേട്ട മതി കേൾക്കാത്ത മതി. ഗൗതം ഡ്യൂട്ടിയിലായിരുന്നു. ഗൗതം അപ്പൊ തന്നെ നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിങ്കിനെ കാണാനായിട്ട്. അങ്ങനെ ഗൗതം ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കിക്ക് കുഞ്ഞുണ്ടായി. അങ്ങനെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുവാണ്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നന്ദ അറിയണേ. നന്ദ അങ്ങോട്ട് ഓടി വന്നപ്പോഴത്തേനും കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു. നന്ദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. നന്ദ കുഞ്ഞിനെ കാണാനുള്ള ആകാംക്ഷയോടെ അകത്തേക്ക് കയറി ഓടി ചെല്ലുമ്പോഴത്തേനും ഗിരിജ തടയുക ചെയ്തേ. നീ എങ്ങോട്ടാ കയറി ഓടിപ്പോന്നേ? അതെ, പിങ്കിയുടെ കുഞ്ഞാ, അതിന് നീ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിന്റെ കുഞ്ഞാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ നന്ദയോട് പെരുമാറുക. പക്ഷെ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം തന്റെ കുഞ്ഞാണ്, തന്റെ ചോരയാണ്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? സരോഗസി ചെയ്ത് അവൾക്ക് കൊടുത്താണ്. അവളുടെ വയറ്റിലൊരു ഗർഭപാത്രം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തന്റെ ഗൗസാറിന്റെ കുഞ്ഞാണ്. പോരാത്തിന് നന്ദയുടെ അടുത്ത് ഗിരിജയുടെ അടവ് നടക്കുവോ? ഗിരിജനെ അങ്ങോട്ട് തള്ളി മാറ്റിയൊരു നന്ദ അകത്തേക്ക് കയറി പോവാണ്. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടേ മതിയാവളെന്ന് പറഞ്ഞ്. അങ്ങനെ ചെന്ന് കഴിയുമ്പത്തേന് നേഴ്സിന്റെ കയ്യില് കുഞ്ഞിരിക്കുന്നുണ്ട്. നന്ദ പെട്ടെന്ന് കുഞ്ഞിനെ വാങ്ങുവാണ്. പിന്നെ കുറെ ഉമ്മയെ കൊടുത്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് പിങ്കി അരികെ കിടക്കുന്നുണ്ടായിരുന്നു. പിങ്കിക്ക് സഹിച്ചില്ല നന്ദ വന്നതും കണ്ടതും ഒക്കെ. പിന്നീട് പിങ്കി രൂക്ഷമായിട്ട് നന്ദേനെ നോക്കുകയാണ്. നന്ദയെ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല. അങ്ങനെ പിന്നീട് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വരനും ലക്ഷ്മിയമ്മ എല്ലാവരും കൂടെ വന്നു. അവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേങ്കിൽ പിന്നെ അവര് കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ പിങ്കിയുടെ ആ സമീപനമൊക്കെ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിങ്കിനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. പിങ്കിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലും പിങ്കിക്കാണെങ്കിൽ എപ്പോ സദാസമയം കുഞ്ഞിന്റെ അടുത്ത്. കാരണം നന്ദയ്ക്കാണ് കുഞ്ഞിനെ കൊടുക്കാൻ പോലും പിങ്കി കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. നന്ദ അതൊന്നും നോക്കില്ല. നന്ദ ബലമായിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയും എല്ലാം ചെയ്തു. പാല് കൊടുക്കുന്ന സമയം മാത്രമാണ് പിങ്കിയുടെ അടുത്തേക്ക് കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇതിന്റെ പേരിൽ ഗിരിജ അവസാനം പ്രശ്നം ഉണ്ടാക്കി. ഗിരിജ പറഞ്ഞു, അതെ, കുഞ്ഞിനെ ഇങ്ങനെ വളർന്നിട്ട് കാര്യമില്ല, കുഞ്ഞിന് അതിന്റെ അമ്മയുടെ ചൂടായിട്ട് വേണം വളരാനെന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ നന്ദയ്ക്ക് സഹിക്കുവോ? നന്ദ പറഞ്ഞു, അതെ, കുഞ്ഞെന്റേതാ, പിന്നെ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞാവും? പിങ്കിയുടെ കുഞ്ഞാന്ന് ഒരു കാരണവശാലും ഇല്ല. എന്റെ ഗൗതം സാറിന്റെ കുഞ്ഞാന്ന് പറയാണ്. ഗൗതത്തിനാണെങ്കിലും ഈ പറയുന്ന പിങ്കിയുടെ അടുത്തേക്ക് കുഞ്ഞിനെ കാണാൻ പോണ ഒരു പരിധിയൊക്കെ ഉണ്ട്. എപ്പോഴും അങ്ങനെ ഓടിക്കറി ചെല്ലാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നന്ദ എടുത്തോണ്ട് വരും മാത്രമാണ് കുഞ്ഞിനെ കണ്ടുകൊണ്ടിരുന്നത്. ഗൗതത്തിനും വല്ലാത്തൊരു വിഷമ. കുഞ്ഞിനെ ആണെങ്കിൽ ഫുൾ ടൈം കിട്ടുന്ന പോലുമില്ല. ഒന്ന് കൊഞ്ചിക്കാൻ പോലും ശരിക്കൊന്നും പറ്റുന്ന പോലുമില്ല. പിങ്കി ആണെങ്കിലോ ഏതോ സമയം കുഞ്ഞിനെ മൂടിപ്പൊതിഞ്ഞ് വെച്ചോണ്ടിരിക്കുക. അവസാനം കുഞ്ഞിന്റെ പേരില് അവിടെ കലഹം തന്നെ നടക്കുവാണ്. അങ്ങനെ കലഹം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് സഹിച്ചില്ല. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം എത്രയെന്ന് വെച്ചാൽ സഹിയിട്ടിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞിന് നൂലുകെട്ട് ചടങ്ങ് വന്നു. നൂലുകെട്ട് ചടങ്ങ് വന്നു കഴിഞ്ഞപ്പം പിങ്കി ഭയങ്കര ഒരുങ്ങി റെഡിയായി. കാരണം കുഞ്ഞിനെ പ്രസവിച്ച് താനാണല്ലോ. അപ്പൊ താനാണല്ലോ തനിക്കാണല്ലോ കുഞ്ഞിന്റെ ആധിപത്യം മുഴുവനും. അപ്പൊ തന്റെ മടിയിലിരുത്തി വേണം കുഞ്ഞിനെ നൂലുകെട്ട് നടത്താനായിട്ട്. അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു. ഗൗതമിനോടൊപ്പം തനിക്കും അടുത്തിരിക്കണം എന്നൊരു ചിന്തയായിരുന്നു പിങ്കിയുടെ മനസ്സിൽ. ആ പ്ലാനുകളൊക്കെ പിങ്കി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഗിരിജ ഉണ്ടായിരുന്നു എല്ലാത്തിനും ചുക്കാൻ പിടിക്കാനായിട്ട്. അപ്പൊ കുഞ്ഞിനെ തള്ളേനെ നോക്കാനെന്ന രീതിയിൽ ഗിരിജ വീണ്ടും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവസാനം നൂലുകെട്ട് ദിവസം വന്നു കഴിഞ്ഞപ്പം നന്ദ എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ എടുത്തോണ്ട് ഗൗതത്തിന്റെ അരികിൽ നന്ദ ഇരുന്നു. പക്ഷെ പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നന്ദ പറഞ്ഞു, എന്റെ കുഞ്ഞാണ്, അപ്പൊ എന്റെ ഗൗതം സാറിന്റെ കുഞ്ഞ്, അപ്പൊ ഞങ്ങളുടെ കുഞ്ഞിന് നൂലുകെട്ട് ചടങ്ങ് നടത്തണം ഞങ്ങളാന്ന് പറയാണ്. പക്ഷെ ഇത് പിങ്കിക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോ പിങ്കി എന്ത് ചെയ്യുവാണ്, ആ ചടങ്ങ് നടന്നു കഴിഞ്ഞപ്പോ നേരെ ആത്മഹത്യാ ശ്രമം മുഴക്കി നേരെ മുറിയിലേക്ക് കയറുവാണ്. പിന്നീട് ഫാനെ പോയി സാരിയൊക്കെ കെട്ടി തൂങ്ങി ഇപ്പൊ താൻ ചാകുമെന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിരുമ്പോ നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അരുന്ധതി ലക്ഷ്മി എല്ലാം കഥയെ പോയി മുട്ടുക, തുറക്ക് പിങ്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ പിങ്കി തുറക്കാനായിട്ടൊന്നും കൂട്ടാക്കില്ല. പിങ്കി ആണെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുക. എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരണം, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം നന്ദയ്ക്ക് വേറെ ഗത്യന്തരം ഇല്ലാതെ വന്നു. ഒരു പക്ഷെ പിങ്കിന് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടുവോ എന്നൊരു ചിന്ത പോലെ ആയിപ്പോയി. അല്ല, പിങ്കി എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊരു ചിന്തയൊക്കെ നന്ദയ്ക്ക് വന്നു തുടങ്ങി. അവസാനം നന്ദ എന്ത് ചെയ്യുവാണ്, കുഞ്ഞിനെ തരാന്ന് പറയാണ്. അങ്ങനെ പിങ്കി അവിടെ നിന്ന് ഇറങ്ങി വരുവാണ്. പിന്നീട് നന്ദയ്ക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. പക്ഷെ നന്ദ വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല.
നന്ദയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന്. നന്ദ പോരാടാൻ തന്നെ തീരുമാനിച്ചു. നന്ദ അവസാനം എന്ത് ചെയ്യണം, നേരത്തെ പിങ്കിയുടെ നിന്ന് ഒരു പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു സരോഗസ എന്ന സമയത്ത്. ആ പേപ്പറെല്ലാം വെച്ച് ഒരു കംപ്ലൈന്റ് അങ്ങ് രജിസ്റ്റർ ചെയ്യണം പോലീസ് സ്റ്റേഷനിൽ. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോലീസുകാർ വീട്ടിലേക്ക് അന്വേഷിക്കാൻ വരുക. അന്വേഷിക്കാൻ വരുമ്പോഴത്തേനും പിങ്കിനെ അന്വേഷിക്കും. പിങ്കി പറഞ്ഞു, എന്തിനാ സാറേ എന്നെ എന്തിനാ അന്വേഷിക്കണമെന്ന് ചോദിക്കുക. നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. കംപ്ലൈന്റ്? എന്ത് കംപ്ലൈന്റ്? അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറയണം. അതെ, കുറ്റം ചെയ്തിട്ടില്ലോ എന്നൊക്കെ നമുക്ക് തെളിയിക്കാം. കംപ്ലൈന്റ് തന്നിരിക്കുന്ന ഡോക്ടർ നന്ദയാന്ന് പറയണേ. നന്ദ? അവളെന്ത് കംപ്ലൈന്റ് ആന്നേ? അല്ല, സരോഗസി ചെയ്തതിനു ശേഷം അവരുടെ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം പിങ്കി ഞെട്ടിപ്പോയി. പിങ്കി അങ്ങനത്തെ ഒരു കാര്യം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം പിങ്കിനെ പോലീസ് കൊണ്ടുപോവാണ്. പോലീസ് പിടിച്ചോണ്ട് പോവാണ്. ഈ സമയം ഗിരിജ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുകയാണ്. ഗിരിജയുടെ പിങ്കിയുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിയാണ്. കാരണം നേരത്തെ തന്നെ നന്ദയ്ക്ക് ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നെ ചതിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് പിങ്കിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഇതൊക്കെ എഴുതി വാങ്ങിച്ചിരുന്നത്. പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം നന്ദയ്ക്കും ഗോത്തിനും ആയിരിക്കും എന്നൊക്കെയുള്ളത്. അങ്ങനെ പിങ്കി പെട്ടുപോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവർ തമ്മിലുള്ള അടി ഫൈറ്റ് ഒക്കെ ആയിരിക്കും. അവസാനം ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ പിങ്കിനെ ഇനിയിപ്പം അവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് ഒരിടവും ഇല്ലാതാവും. വല്ലാത്തൊരവസ്ഥയായിപ്പോൾ. ഒരു പക്ഷേ ആ സമയത്തായിരിക്കും ഇനിയിപ്പം നിർമ്മലിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ പിങ്കിയുടെ മനസ്സിലേക്ക് വരുന്നത്. ഇനി അതാണോ, ഇനിയിപ്പോൾ പിങ്കി വീണ്ടും ഇനിയിപ്പോൾ എന്തെങ്കിലും കുതന്ത്രം ഉപയോഗിച്ച് ഗീതത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.